നമുക്ക് കാണാൻ കഴിയാത്തത് കൊണ്ട് ഈശ്വരനില്ല എന്നുള്ളതല്ലല്ലോ. നമുക്ക് അളക്കാൻ പറ്റുന്ന ഒരു അളവുകോലിനുള്ളിൽ ഈശ്വരനെ അളക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കയ്യിലുള്ള സ്കെയിലൊന്നും അതിന് പര്യാപ്തമല്ല എന്നർത്ഥം. ഇപ്പോൾ ഒരു തെർമോമീറ്റർ കൊണ്ട് നമുക്ക് ചൂടേ നോക്കാൻ പറ്റുള്ളൂ. തുണി അളക്കാൻ പറ്റുമോ? തുണി അളക്കാൻ വേറെ സ്കെയിൽ വേണം. അതേപോലെ നമ്മുടെ കയ്യിലുള്ള സ്കെയിലുകൾ, ക്ഷേത്രഗണിത രൂപങ്ങളെയൊക്കെ നമുക്ക് അളക്കാൻ പറ്റുള്ളൂ. പരമാത്മാവിനെ അളക്കാൻ പറ്റുന്ന ഒരു സ്കെയിൽ നമ്മുടെ പക്കലില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈശ്വരനെ അളക്കാൻ, അറിയാൻ, അനുഭവിക്കാനുള്ള ഏക മാർഗം ധ്യാനമാണ്. രാജയോഗ ധ്യാനത്തിൽ നമ്മൾ ആത്മാവാണെന്ന സ്മൃതിയിലിരുന്നുകൊണ്ട് പരമാത്മാവിനെ, ആ ഏകീശ്വരനെ അനുഭവിക്കുന്ന മാർഗത്തിൻ്റെ പേരാണ് ധ്യാനം. ആ ഏകേശ്വരനെ കുറിച്ച് നമ്മൾ എങ്ങനെ അറിയും ആരാണെന്ന്? ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കിക്കോളൂ. ഇത് മീന സിസ്റ്റർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മീന സിസ്റ്ററെ കുറിച്ച് 10 പേരോട് ചോദിക്കാം, മീന സിസ്റ്റർ ആരാ, എങ്ങനെയാ? 10 പേർക്കും 10 അഭിപ്രായം ഉണ്ടോ? ഓരോരുത്തരും അവരവരുടെ കാഴ്ചപ്പാടനുസരിച്ചാണ് കാണുക. എൻ്റെ യഥാർത്ഥ വ്യക്തിത്വം അല്ലെങ്കിൽ എന്നെ അറിയുന്നത് ശരിയായിട്ട്, ഞാൻ ആരാ, എന്താ എന്ന് പറയാൻ, യഥാർത്ഥ രൂപത്തിൽ പറയാൻ കഴിയുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമാണ്. ഏത് മഹാത്മാവാണെങ്കിലും അവരവരുടെ വേവ് ലെങ്തും അവരവരുടെ അനുഭവവുമാണ് നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. പക്ഷേ ഈശ്വരൻ തന്നെ ഈശ്വരനെ പരിചയപ്പെടുത്തുമ്പോൾ മാത്രമേ നമുക്ക് പൂർണ്ണമായും ആ ഏകീശ്വരനെ അറിയാൻ കഴിയുള്ളൂ.